ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു എഗ് പഫ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് നോമ്പൊക്കെ ആയതുകൊണ്ട് ദിവസവും വെറൈറ്റി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇന്ന് നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ പപ്സ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പപ്സിൻ്റെ ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിലാണെങ്കിൽ അതുപോലെ ഒരു 3 ഗ്ലാസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിൽ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഒരു 4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവും അതുപോലെ തന്നെ ഈ നെയ്യൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ചൂടുവെള്ളം കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചതിന് ശേഷം അതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് മുകളിൽ കുറച്ച് ഓയിലും കൂടി തേച്ച് വെച്ചിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതൊരു ക്ലോത്ത് വെച്ചിട്ട് അടച്ച് വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി ഞാൻ ഇതിലേക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 വലിയ സവാള അരിഞ്ഞതും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് മസാല വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും നമ്മുടെ ഈ ഉള്ളി മസാല. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പപ്സ് നമുക്ക് ഉള്ളി മസാല ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയമൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു മിനിറ്റോളം വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ഉള്ളി മസാല റെഡി ആയിട്ടുണ്ടോ നമുക്കിത് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ചൂടാറുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഈ മാവുണ്ടല്ലോ അത് ഒന്നും കൂടി കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. എന്നിട്ട് ഇതുപോലെ ഒരു റോളാക്കി എടുക്കാം. ഇതിൽ ഞാനൊരു 3 പോർഷൻ ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് 2 പോർഷൻ ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് വീണ്ടും ആ ക്ലോത്ത് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും നമ്മുടെ ഈ മാവ്. എന്നിട്ട് ഇതുപോലെ ഞാനൊരു 5 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് ഇത് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ അങ്ങനെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് ഒരു 5 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ പരത്തുന്ന പോലെ തന്നെ ഒരു കോയിൽ വെച്ചിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിൽ കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ലെയറിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ചപ്പാത്തി ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ കോൺഫ്ലവർ നെയ്യിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ മറ്റൊരു ചപ്പാത്തിയും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഈ 5 ചപ്പാത്തിയും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല ലെയറായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റാണ്. അത് നമ്മൾ ഈ മാവ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിത് പൊരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ മസാല ഇല്ലാത്ത ഭാഗം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ നെയ്യൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ലാസ്റ്റായിട്ട് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് റൗണ്ടായിട്ട് തന്നെ പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടാൽ വിചാരിക്കും ഭയങ്കര കഷ്ടമാണ്, പക്ഷെ നമുക്കൊന്ന് പരത്തിയാൽ തന്നെ നമുക്ക് എളുപ്പമായിട്ട് തോന്നും കേട്ടോ.
അപ്പം ഞാൻ മാക്സിമം നല്ല റൗണ്ടിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ നെയ്യിൻ്റെ മിക്സും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഈ മൈദ ഒന്ന് ഇതുപോലെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. കറക്റ്റ് സ്ക്വയർ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം. വീണ്ടും ഇതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് 2-3 മടക്കാക്കി എടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും കുറച്ച് പൊടി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഒരുപാട് നൈസായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു തിക്ക് വേണം. എന്നിട്ട് ഇതുപോലെ ഞാനൊരു 6 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഇതൊന്നും സൈഡൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ എന്താ പറയുക പരത്തിയെടുക്കാൻ അത്രയും ഈസിയാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉള്ളി മസാലയും അതുപോലെ തന്നെ ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണ്. അപ്പോൾ ഞാനിതുപോലെ ഫസ്റ്റത്തെ ആ മാവ് കൊണ്ടുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊരിച്ചെടുക്കാൻ. എന്നാലേ നമുക്ക് ഈ ലെയറൊക്കെ ഒന്ന് കണ്ടില്ല നല്ല ലെയറൊക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോയിട്ട് ഈ ലെയറൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ ലോ ടു ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ട് ഒരുപാട് എണ്ണ ചൂടാകേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഞാൻ മറ്റേ പപ്സ് ഞാനിതുപോലെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു പപ്സാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതിൻ്റെ മാവൊക്കെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തിട്ട് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിന് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമുക്ക് ബേക്കറിയിൽ നിന്നും പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ, കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പപ്സാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പപ്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.